الحمد لله الواحد القهار اللذيذ الغفار. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد إن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الإخوان أوصيكم وإياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. സ്നേഹാധന്യരായ സത്യവിശ്വാസികളെ, സൃഷ്ടാവായ അല്ലാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് നല്ല മുത്തഖീങ്ങളായി ജീവിക്കാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും അവരിഷ്ടപ്പെടുന്ന ജീവിതം നയിക്കാൻ അഥവാ മുത്തഖീങ്ങളായി ജീവിക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ ഹജ്ജിൻ്റെ ചരിത്രവും ചൈതന്യവുമാണ് നാം കഴിഞ്ഞ ആഴ്ചയിൽ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് മനസ്സിലാക്കിയത്. ഇസ്ലാമിൻ്റെ മഹത്തായ പല ഗുണങ്ങളും നന്മകളും ഹജ്ജിൽ അന്തർലീനമായതായി നമുക്ക് കാണാൻ കഴിയും. ഹജ്ജ് വലിയ ആരാധനയാണ്. അതോടൊപ്പം ലോകത്തിന് മുന്നിൽ പല സന്ദേശങ്ങളും ആ ഹജ്ജ് കൈമാറുന്നുണ്ട്. സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സന്ദേശം കൈമാറുന്നുണ്ട്. സമഭാവനയുടെയും സഹിഷ്ണുതയുടെയും സന്ദേശം അതുവഴി നമുക്ക് ലഭിക്കുന്നുണ്ട്. മാനുഷിക ബന്ധങ്ങളുടെയും മനുഷ്യപ്പറ്റിൻ്റെയും മഹത്വം കാണണമെങ്കിൽ ഇപ്പം മക്കയിൽ പോകണം.
ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ലക്ഷങ്ങൾ ഒന്നിച്ചൊന്നായി ഒരേ ദേവാലയത്തെ വലയം ചെയ്യുന്ന വളരെ വലിയ അനുഗ്രഹീതമായ ഒരു കാഴ്ച നമുക്കവിടെ. ഒരേ വേഷം, ഒരേ ദിശ, ഒരേ ചിന്ത, ഒരേ മന്ത്രം. അങ്ങനെ നമ്മളെല്ലാവരും അള്ളാഹുവിന്റെ അടിമകളാണ് എന്ന മാനവികതയുടെ, സമത്വത്തിന്റെ ഒരു സന്ദേശം ആ ഹജ്ജിലൂടെ നീളം നമുക്ക് കാണാം. അവർ വന്നത് വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നാണ്, വ്യത്യസ്ത സംസ്കാരം ഉൾക്കൊള്ളുന്നവരാണ്, വ്യത്യസ്ത ഭാഷക്കാരാണ്, അതുപോലെ തന്നെ വ്യത്യസ്ത വേഷക്കാരാണ്. അവരുടെ ഭാഷയും വേഷവും ഒക്കെ വ്യത്യസ്തമാണ്. വ്യത്യസ്ത ഭക്ഷണ രീതികളാണ്. അങ്ങനെ ലോകത്ത് നാം കാണുന്ന വൈജാത്യങ്ങളുടെ, ജീവിത രീതികളുടെ പ്രതിനിധികളായിക്കൊണ്ടാണ് അവിടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മനുഷ്യന്മാരെത്തിപ്പെട്ടത്. അവരെല്ലാവരും പക്ഷേ അവിടെ വന്നു നിന്നുകൊണ്ട് പറയുന്നത് നമ്മളെല്ലാവരും ഒരേ ഒരു ദൈവത്തിന്റെ അടിമകളാണ്. നമ്മളെല്ലാവരും ഒരേ ഒരു ആണിന്റെയും പെണ്ണിന്റെയും മക്കളാണ്, മണ്ണിന്റെ മക്കളാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തുർ റൂമിൽ വളരെ മനോഹരമായ ഒരു പരാമർശം നടത്തുന്നുണ്ട്. അതിന്റെ നേർജീവിതം നമുക്ക് അവിടെ കാണാം. ومن آياته أن خلقكم من تراب. അവന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് നിങ്ങളെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു. ثم إذا أنتم بشر تنتشرون. എന്നിട്ട് നിങ്ങളതാ ലോകമാകെ വ്യാപിക്കുന്ന മനുഷ്യവർഗമായി മാറും. ഇത്ര കൃത്യമാണ് ആ സന്ദേശം. സൂറത്തുൻ നിസാഇന്റെ, ഞാൻ ഓതി വെച്ച സൂറത്തുൻ നിസാഇന്റെ ആദ്യത്തെ വചനം ഇത് പറയുന്നു നമ്മോട്. യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, മനുഷ്യരെ വിളിച്ചുകൊണ്ടാണ് മനുഷ്യരുടെ സൃഷ്ടാവ് അള്ളാഹു പറയുന്നു. ഇത്തഖൂ റബ്ബക്കും അല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ. നിങ്ങളെ ഒരേ ആത്മാവിൽ നിന്ന് സൃഷ്ടിച്ച നിങ്ങളുടെ രക്ഷിതാവിനെ, അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുക. ഒരേ ആത്മാവിൽ നിന്നാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. അതിൽ നിന്ന് തന്നെ അതിന്റെ ഇണയെയും സൃഷ്ടിച്ചു. എന്നിട്ടോ അവർ രണ്ടുപേരിൽ നിന്നും ധാരാളമായി സ്ത്രീ പുരുഷന്മാരെ വ്യാപിപ്പിക്കുകയും ചെയ്ത ആ അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുക. അപ്പൊ മനുഷ്യരെല്ലാവരും ഒരേ ആണിന്റെ, ഒരേ ആദമിന്റെ സന്തതികളാണ് എന്ന ഏറ്റവും വിശാലമായ ഒരു മെസ്സേജാണ് വിശുദ്ധ ഖുർആനിനും പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനും ഈ ലോകത്തിന് സമർപ്പിക്കാൻ. അതുകൊണ്ട് തന്നെ അവരുടെ വൈജാത്യങ്ങളൊക്കെ അവരുടെ വൈജാത്യങ്ങളുടെ സൗന്ദര്യമാണ്. പക്ഷെ അതൊന്നും മനുഷ്യന്മാർ പരസ്പരം കടിച്ചു കീറാനും അഹങ്കരിക്കാനും അക്രമങ്ങളായി ചുവിടാനും ഒന്നുമില്ല. നിറങ്ങൾ, വലിയ വിവിധ നിറങ്ങളിലാണ് മനുഷ്യന്മാര്. കറുത്തവരുണ്ട്, വെളുത്തവരുണ്ട്, അതിന്റെ ഇടയിലുള്ള കളറുള്ളവരുണ്ട്, നമ്മളെ പോലെയുള്ള ആളുകളുണ്ട്, ഏഷ്യൻ വംശജർ അല്ലെ, ഇങ്ങനെ ഇന്ത്യക്കാരായ ആളുകൾ, പേർഷ്യക്കാർ, വിവിധങ്ങളായ വംശങ്ങളിൽപ്പെട്ട ആളുകൾ, രാജ്യങ്ങളിൽപ്പെട്ട ആളുകൾ, ഭാഷകൾ സംസാരിക്കുന്നവർ. സൂറത്ത് റൂമിൽ തന്നെ തുറന്നുകൊണ്ടുള്ള പറയുകയാണ്
ومن آياته خلق السماوات والأرض. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പ്. ഇതൊരു വലിയ ദൃഷ്ടാന്തമാണ്. വഖ്തിലാഫു അൽസിനത്തിക്കും അൽവാനിക്കും, നിങ്ങളുടെ ഭാഷകളിലും വർണ്ണങ്ങളിലുമുള്ള വ്യത്യാസവും അവന്റെ ദൃഷ്ടാന്തമാണ്. നിങ്ങളുടെ ഭാഷകളില്, നിങ്ങളുടെ വർണ്ണങ്ങളില് ഒരുപാട് വ്യത്യാസമുണ്ട്. ഇന്ന ഫീ ദാലിക ലആയാത്തിൻ ലിൽആലമീൻ. അതില് ലോകർക്ക്, മനുഷ്യർക്കൊക്കെ വ്യക്തമായ ചില ദൃഷ്ടാന്തങ്ങളുണ്ട്. വ്യത്യസ്ത ഭാഷകളും വർണ്ണങ്ങളും മനുഷ്യകുലത്തിന്റെ ഒരു അലങ്കാരമായിട്ടാണ് ഇസ്ലാം കാണുന്നത്. അലങ്കാര. ഇനി അടുത്ത് ഒരു വിദേശ രാജ്യത്ത് പോയിട്ട് 2-3 മാസം 2-2.5 മാസം താമസിക്കുന്നത്. അവിടെ പള്ളിയിൽ ചെന്ന് നമസ്കരിക്കുമ്പോൾ ഉണ്ടായിരുന്ന, ഇവിടെ ഇപ്പൊ നമ്മൾ കാണുന്ന, നമ്മൾ എപ്പോഴും കാണുന്ന ആളുകളൊക്കെ ആയിരിക്കും. പക്ഷെ വിവിധ രാജ്യങ്ങളിൽപ്പെട്ട ആളുകൾ, വിവിധ ഭാഷകൾ സംസാരിക്കുന്ന ആളുകൾ, വിവിധ വർണ്ണങ്ങളിലുള്ള ആളുകൾ, വിവിധ കൾച്ചർ, വിവിധ സംസ്കാരം എല്ലാമുള്ള ആളുകൾ. പക്ഷെ ആ പള്ളിയിൽ അവരെയൊക്കെ കാണുമ്പോൾ അവരെല്ലാവരും എന്തെല്ലാം വ്യത്യാസങ്ങൾ ഉണ്ടായാലും ശരി, അതൊക്കെ നമ്മുടെ ഈ മനുഷ്യകുലത്തിന്റെ ജീവിതത്തിന്റെ ഒരു അലങ്കാരമാണ്, സൗന്ദര്യമാണ്, അല്ലാഹുവാണ്. നമ്മുടെ എല്ലാവരുടെയും സൃഷ്ടാവ്, നമ്മളെല്ലാവരും ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നും വന്നവരാണ് എന്ന മഹത്തായ സന്ദേശം ആ പള്ളി മിനാരങ്ങളിൽ നിന്ന് ബാങ്കുലി കേൾക്കുമ്പോൾ അവിടെ ഓടിയെത്തുന്ന നൂറുകണക്കിന് ഒരുപാട് രാജ്യങ്ങളിലുള്ള മനുഷ്യന്മാർ വിളിച്ചോതുമ്പോൾ ഉണ്ടാകുന്ന ഒരു സൗന്ദര്യമുണ്ടല്ലോ, അതിങ്ങനെ കണ്ടു നിൽക്കാൻ തന്നെ ഒരു സന്തോഷമാണ്. അത് യഥാർത്ഥത്തിൽ മനുഷ്യൻ അഹങ്കരിക്കാനുള്ളതല്ല, അക്രമങ്ങൾ അയച്ചുവിടാനുള്ളതല്ല. യുദ്ധങ്ങൾ ചില രാജ്യങ്ങളെ, ചില വംശങ്ങളെ, ചില വർഗങ്ങളെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള യുദ്ധങ്ങളായത് ലോകത്താണ്. അങ്ങനെയാണല്ലോ. അങ്ങനെ വംശവെറിയുടെ ഒരുപാട് ദുഷ്പ്രവണതകൾ ഇന്നും ഈ വർത്തമാന കാലഘട്ടങ്ങളിലും ഈ സംസ്കൃത സമൂഹത്തിലും നമ്മൾ കണ്ടുവരികയാണ്. ഭാഷകളുടെ പേരിൽ പരസ്പരം ശത്രുത വെച്ച് പുലർത്തുന്ന ആളുകളുണ്ട് നമ്മുടെ നാടുകളിൽ പോലും. ഇവിടെ 25-30 ലക്ഷത്തോളം ആളുകൾ, ലോകത്തിന്റെ വിവിധ ഭാഷകൾ സംസാരിക്കുന്ന, വിവിധ സംസ്കാരമുള്ള, വിവിധ ദേശക്കാരായ, വിവിധ വർണ്ണക്കാരായ ആളുകൾ ഒന്നിച്ചൊന്നായി വന്നുകൊണ്ട് ഒരേ ഒരു ദിശ, ഒരേ ഒരു ദേവാലയം, അതിനെ ഇങ്ങനെ വലയം ചെയ്യുകയാണ്. അതാണ് പരിശുദ്ധമായ ഹജ്ജ് കർമ്മം. ആ കഅബാലയം, അവിടെ യാതൊരു സംഘർഷവുമില്ല, കലാപവുമില്ല, ഇന്ന രാജ്യക്കാരനുള്ള പ്രശ്നമില്ല. അമേരിക്കക്കാരനായ ആളുകൾ അമേരിക്ക ഇന്ന് ഇറാനെ നശിപ്പിക്കാൻ നടത്തുന്നു. അവരപ്പുറം ദുബൈയെ ആക്രമിക്കുന്നു. സൗദിയും ഇറാനും തമ്മിൽ ഭയങ്കര സംഘർഷം നടക്കുന്നു. ഇറാനും ഇറാഖും തമ്മിൽ ഭയങ്കരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. പക്ഷെ ഇവിടെ നിന്നൊക്കെയുള്ള ധാരാളക്കണക്കിന് മനുഷ്യന്മാർ ഇന്ന് അല്ലാഹുവിന്റെ വിളിക്കുത്തരം നൽകിക്കൊണ്ട് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക ലാ ശരീക ലക. ഈ ഒരൊറ്റ മന്ത്രം ഉരുവിട്ടുകൊണ്ട് ഒന്നിച്ചൊന്നായി ആ കഅബാലയത്തെ ഇങ്ങനെ വലയം ചെയ്യുക. കാരണം അവരുടെ ആദർശം എന്താ? ഇന്ന ഹാദിഹി ഉമ്മത്തുക്കും ഉമ്മത്തൻ വാഹിദ വഅന റബ്ബുക്കും ഫഅബ്ദൂൻ. ഈ ആദർശം ഉൾക്കൊണ്ടവരാവരും. ഈ ഒരു മഹത്തായ ആദർശം അവരുടെ മനസ്സിൽ സന്നിവേശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഭരണാധികാരികൾ എന്തെല്ലാം പ്രശ്നങ്ങളും സംഘർഷങ്ങളും കോലാഹലങ്ങളും ഉണ്ടാക്കിയാലും, നമ്മളൊക്കെ ഏത് രാജ്യക്കാരായിരുന്നാലും ഇന്ന ഹാദിഹി ഉമ്മത്തുക്കും ഉമ്മത്തൻ വാഹിദ. മനുഷ്യരെ തീർച്ചയായും ഇതാണ് നിങ്ങളുടെ സമുദായം. ഉമ്മത്തുൻ വാഹിദ, ഒറ്റ സമുദായം, ഒരു സമുദായമാണ്, ഒരു സമൂഹമാണ്. ഏക സമുദായം. വഅന റബ്ബുക്കും, അല്ലാഹു പറയാ, ഞാൻ നിങ്ങളുടെ രക്ഷിതാവ്. ഫഅബ്ദൂൻ, നിങ്ങൾ എന്നെ ആരാധിക്കുക.
അള്ളാഹു നമ്മുടെ രക്ഷിതാവ്. ആ അള്ളാഹുവിന്റെ ദാസന്മാരായ ഒരൊറ്റ സമൂഹമാണിവ. മുഴുവനും ആ ആദർശം ഉൾക്കൊണ്ടുകൊണ്ടാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിവിധ ഭാഷ, ദേശ വർണ്ണങ്ങൾക്കൊക്കെയും അതീതമായിക്കൊണ്ടുള്ള ഒരു മഹത്തായ മാനവികതയുടെ മാനുഷിക തത്വത്തിന്റെ മഹത്തായ സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ ഒരു ഏകതയുടെ സന്ദേശമാണ് പരിശുദ്ധ ഹജ്ജ് എന്ന് പറയാറുള്ളത്. ലോകത്തിന്റെ മുന്നിൽ ഹജ്ജ് സമർപ്പിക്കുന്നതാണ്. ഒന്നാണ് നമ്മളെന്ന ചിന്ത വന്നാൽ നമ്മളൊക്കെ ഒന്നാ എന്ന ഒരു ചിന്ത വന്നാൽ പരസ്പരം ഗുണകാംക്ഷയോടെ ജീവിക്കും. നമ്മളൊക്കെ ഒരു വീട്ടിലുള്ളവരാണ്, ഒരു ഉമ്മയും ബാപ്പയുടെയും മക്കളാണ് എന്ന് ജ്യേഷ്ഠാന്മാരൊക്കെ മനസ്സിലാക്കുമ്പോൾ, അല്ലെ, ഇതെന്റെ മക്കളാണ് എന്ന് വാപ്പയും ഉമ്മയും മനസ്സിലാക്കുമ്പോൾ, ഇതെന്റെ ഉമ്മയും വാപ്പയുമാണ് എന്ന് മക്കൾ മനസ്സിലാക്കുമ്പോൾ, അങ്ങനെ ഈ വീട്ടിലുള്ള നമ്മളൊക്കെ ഒന്നാണ് എന്ന് പറയുമ്പോൾ നമ്മൾ എത്രമാത്രം ഗുണകാംക്ഷ നിർഭരമായ അന്തരീക്ഷത്തിലായിരിക്കും ജീവിക്കുക. അവിടേക്ക് അടിപിടി കൂടുന്നുണ്ട് എന്നത് മറ്റൊരു വിഷയമാണ്. ഒരു ഗുണകാംക്ഷ നിർഭരമായ ജീവിതമുണ്ടാകും. ആരെയും ആക്രമിക്കാത്ത, ഉപദ്രവിക്കാത്ത, വേദനിപ്പിക്കാത്ത, ആർക്കെതിരും ഒന്നും പറയാത്ത, ഒരു പ്രാർത്ഥന പോലും നടത്താത്ത. ഞാനൊരു സംഭവം പറയാം. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ ഒരിക്കൽ ഒരു അറാബി വന്ന് മൂത്രമൊഴിച്ചു. നമുക്കൊക്കെ അറിയാമല്ലോ. പക്ഷെ അതിന്റെ കുറച്ച് ഇങ്ങോട്ട് നമ്മൾ അറിയാത്തൊരു വിഷയം റിവായത്ത് ചെയ്യപ്പെടുന്നു. മൂത്രമൊഴിച്ചപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താ, ഒരു ബക്കറ്റ് വെള്ളെട്ടുകളാണ് ഒഴിച്ചേ. മറ്റുള്ളവരോടാ പറഞ്ഞു, അയാളോടും അല്ല പറഞ്ഞു. അപ്പൊ ഇത് കേട്ട് ഈ അറാബി പരിക്കനായ മനുഷ്യനായ അയാളിത് കേട്ടപ്പോ പറഞ്ഞു, അള്ളാഹുവോട് പ്രാർത്ഥിക്കുക, എന്നെയും മുഹമ്മദ് നബിയെ നീ അനുഗ്രഹിക്കണം, ഞങ്ങളോടൊപ്പം മറ്റാരെയും നീ അനുഗ്രഹിക്കരുത്. ഇങ്ങനെയാ പ്രാർത്ഥിച്ചു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടു. സാധാരണ ഒരു അറിവില്ലാത്തവന്റെ ഒരു വർത്തമാനം എന്ന് പറഞ്ഞുകൊണ്ട് അവഗണിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പോലും ഇടപെടുക. എന്നിട്ട് അദ്ദേഹത്തിനെ വിളിച്ചുകൊണ്ട് പറയുക, ഓ അറബ് സഹോദര, താങ്കൾ ഒരു വിശാലതയെ അത് ചുരുക്കി കെട്ടിക്കളഞ്ഞല്ലോ. എന്നെ മുഹമ്മദിനെ അനുഗ്രഹിക്കണം, മറ്റാരെ അനുഗ്രഹിക്കരുത്. അതുപോലെ അവിടെ പോലും തിരുത്തുകയാണ്. നമ്മളിപ്പോൾ ഹജ്ജിന് പോകുന്ന ആളുകളോടൊക്കെ നമ്മൾ പറയുന്ന ഒരു മെസ്സേജ്, ഒരു യാത്രയപ്പ് വേളയിലൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, പരസ്പരം ദുആ കൊണ്ട് വസിയത്ത്. അവർ നമുക്ക് നൽകുന്ന ഒരു നിർദ്ദേശം, ഒരു കാര്യമുണ്ട്. ഞങ്ങൾ ദുആക്ക് ഉത്തരം കിട്ടുന്ന സ്ഥലത്തൊക്കെയും നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്. നിങ്ങളൊക്കെ അത് കേട്ടിട്ടുണ്ടാകും. ഏതെങ്കിലും ഒരു ഹജ്ജ് യാത്രയപ്പിലൊക്കെ നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ടാകും, അല്ലെങ്കിൽ യാത്രയപ്പ് നൽകിയിട്ടുണ്ടാകും. അപ്പോഴൊക്കെ നമ്മളൊക്കെ അത് കേട്ടിട്ടുണ്ടാവും. ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സ്ഥലങ്ങളിലൊക്കെയും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. അവരെന്തിനാ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്? അവരെന്തിനാ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്? അവരുടെ കാര്യം പറഞ്ഞാൽ പോരെ, എനിക്ക് പരലോകം തന്നെ, സ്വർഗം തന്നെ, മക്കൾ, അല്ല എന്റെ കുടുംബം, എന്റെ സമ്പത്ത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ പോരെ. ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുകയാണ്. നമ്മളെ കൂട്ടത്തിലൊക്കെ പറഞ്ഞെന്താ, എന്റെ കുടുംബത്തിന്റെയും എന്റെ വ്യക്തിപരമായ വിഷയങ്ങളുടെയും കാര്യങ്ങൾക്കപ്പുറം ലോകത്ത് സമാധാനം ഉണ്ടാവാൻ നിങ്ങൾ പ്രാർത്ഥിക്കണമേ. ഈ യാത്രാപ്പ് വേളകളിലൊക്കെയും നമ്മൾ അവരോട് പറഞ്ഞിട്ടുണ്ടാകും, സഹോദര, ലോകത്ത് കിടക്കുന്ന ഈ സംഘർഷാവസ്ഥയുണ്ടല്ലോ, അതൊക്കെ ഒന്ന് പരിഹരിച്ച് സമാധാനം ഉണ്ടാവാൻ, നമ്മുടെ രാജ്യത്ത് നിർഭയത്വം ഉണ്ടാവാൻ, സുരക്ഷിതത്വം ഉണ്ടാവാൻ പ്രാർത്ഥിക്കണമേ എന്ന് പറയുമ്പോൾ, നിങ്ങളൊക്കെ ഒരൊറ്റ സമുദായമാണ്, ഒന്നാണ്. അതാണ് ഗുണകാംക്ഷ നിർഭരമായ ജീവിതം. അതിന്റെ ഒരു രൂപമാണ് പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അദ്ദീനു അന്നസീഹ എന്നാ പറയുന്നത്. ദീൻ എന്ന് പറഞ്ഞാൽ മുഴുവൻ മനുഷ്യരോടുമുള്ള, അല്ലാഹുവിനോടും റസൂലിനോടും, അവസാനമായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മുഴുവൻ മനുഷ്യരോടുമുള്ള ഗുണകാംക്ഷ. ഇസ്ലാം പറയുന്ന എല്ലാ മൂല്യങ്ങളും സംശീകരിക്കാൻ വേണ്ട ഒരു ഗുണമാണ് ഈ നസീഹത്ത് എന്ന് പറയുന്നത്. സ്നേഹവും ഔദാര്യവും വിനയവും വിധേയത്വവും തുടങ്ങിയ എല്ലാ
സൽഗുണങ്ങളും സമ്മേളിക്കുന്ന ഒരു മഹത്തായ സവിശേഷതയാണ് യഥാർത്ഥത്തിൽ ഈ നസീഹത്ത്, ഗുണകാംക്ഷ. അല്ലേ? കാലത്ത് മുഹാജിറുകൾ എന്ന് പറയുന്ന ഒരു കൂട്ടർ വന്നിരുന്നു. നമുക്കൊക്കെ അറിയാലോ, യഥാർത്ഥത്തിൽ അവർ അഭയാർത്ഥികളാണ്. രണ്ട് രാജ്യക്കാരാ, മുഹാജിറുകളും അൻസാരികളും. എന്നാൽ മുഹാജിറുകൾ എന്ന് പറയുന്ന, ഇന്ന് നമ്മൾ പറയുന്ന അഭയാർത്ഥികൾ അല്ലേ, അവരുടെ പുനരധിവാസത്തെ സംബന്ധിച്ച് വലിയൊരു പ്രശ്നം അവിടെ ഉടലെടുത്തിട്ടില്ല. ഇന്ന് ലോകം അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഈ അഭയാർത്ഥികളുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട വിഷയം. മുഹാജിറുകളെ പുനരധിവസിപ്പിക്കുന്ന വിഷയത്തില് അൻസാറികൾക്ക് ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. അവരെല്ലാവരും അവരെ ചേർത്ത് നിർത്തി ഗുണകാംക്ഷയോടെ. അവരുടെ വീടുകൾ അവർക്ക് പകുത്തു കൊടുത്തു, അവരുടെ സ്വത്തുകൾ അവർക്ക് വീതിച്ചു കൊടുത്തു, അവരുടെ കച്ചവടങ്ങളിൽ അവർ ഷെയർ കൊടുത്തു. അങ്ങനെ എല്ലാം നൽകി. അതൊരു വലിയ പ്രശ്നമായി മാറിയില്ല. ആ ആദ്യത്തെ മദീനയിലെ ഇസ്ലാമിക ഭരണകൂടത്തിന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്, കാരണം ഇന്ന ഹാദിഹി ഉമ്മത്തുക്കും ഉമ്മത്തൻ വാഹിദ വഅന റബ്ബുക്കും ഫഅബ്ദൂൻ. അതാണ് അവരുടെ ആദർശം. അവർക്കൊരു സമുദായമാണ്. നിങ്ങൾ അല്ലയാ, ആ അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക. അവന്റെ ദാസന്മാർ, അവന്റെ അടിമകളാണ് മുഴുവൻ മനുഷ്യരും. എല്ലാവരും സഹോദരങ്ങളാണ്. മനുഷ്യനെ ഒന്നായി കാണാൻ കഴിയുന്ന ഒരു മഹത്തായ സന്ദേശമാണ് പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. കഅബത്തെ പ്രദക്ഷിണം ചെയ്യുമ്പോഴും അതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവിടെ പ്രശ്നങ്ങളുണ്ടോ? ലക്ഷക്കണക്കിന് ആളുകൾ ഒന്നിച്ചിങ്ങനെ ഇങ്ങനെ ഒഴുകും പോലെ നമുക്ക് അനുഭവപ്പെടുകയാണ്. നിങ്ങളൊക്കെ കണ്ടവരുണ്ടാകും നേരിട്ട്, അല്ലാതെ യൂട്യൂബിലൊക്കെ നമുക്ക് കാണാം. അവിടെ വലിയ പ്രശ്നങ്ങളുണ്ടോ? സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും വൃദ്ധജനങ്ങളും എല്ലാം ഒന്നിച്ച, അവർക്ക് മത്താഫിന് പ്രത്യേകമായ സ്ഥലമില്ല. പെണ്ണുങ്ങൾക്ക് വേറെ, ആണുങ്ങൾക്ക് വേറെ ഒന്നുമില്ല അവിടെ, അല്ലേ? എന്നിട്ട് അവിടെ എന്തെങ്കിലും വൃത്തികേടുകൾ നടക്കുന്നുണ്ടോ? എന്തെങ്കിലും തോണ്ടലും തൊഴലും പിച്ചലും പിയലും ഒക്കെ ഉണ്ടോ? ഒന്നുമില്ലല്ലോ. അവിടെ പ്രശ്നങ്ങളുണ്ടോ? വലയം ചെയ്യുമ്പോൾ, ത്വാഫ് ചെയ്യുമ്പോൾ എന്താ ഇല്ലാത്തത്? ലോകത്ത് അങ്ങനെ ഒരു സംഭവം വേറെ സ്ഥലത്ത് നടക്കുകയാണെങ്കിൽ എന്തൊക്കെ നടന്നിട്ടുണ്ടാകുമെന്ന് നമുക്കൊന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്, കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ പരിശുദ്ധ കഅബയെ വലയം ചെയ്യുന്ന ലക്ഷോപലക്ഷം ആളുകൾ, ചെറുപ്പക്കാരുണ്ട്, ചെറുപ്പക്കാരികളുണ്ട്, വയസ്സന്മാരുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. അങ്ങനെ ആപാദവൃദ്ധം ജനങ്ങൾ അങ്ങനെ വലയം ചെയ്യുമ്പോൾ അവരുടെ മനസ്സിൽ ഒരേ ഒരു ചിന്തയേ ഉള്ളൂ, ഏകനായ അല്ലാഹ്, ആ അല്ലാഹുവിനെ ആരാധിക്കുന്ന ദാസന്മാരായ മുഴുവൻ മനുഷ്യരും, അടിമകൾ, ദാസന്മാർ അവരൊന്നിച്ച് നിൽക്കുകയാണ്. അവിടെ ഒരു പ്രശ്നമില്ല. കാരണം ഓരോ ഹാജിയും അവരുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവര് പഠന ക്ലാസുകളിലൂടെയും മറ്റും കേട്ട ഒരു ഹദീസ് ഉണ്ട്. എന്താ ഹദീസ് എന്നറിയോ? മൻ ഹജ്ജ ലില്ലാഹ് ഫലം യർഫസ് വലം യഫ്സുഖ് റജഅ കയൗമി വലദതുഹു ഉമ്മുഹു. മനുഷ്യൻ ഹജ്ജിന് പോയി, അവിടെ യാതൊരു ദുരാചാരങ്ങളിലും ഏർപ്പെടാതെ, ദുർവൃത്തികൾ ഏർപ്പെടാതെ ആ പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നിർവഹിച്ചാൽ അവന്റെ ഉമ്മ അവനെ പ്രസവിച്ചവനെ പോലെ നിഷ്കളങ്കനാണ്. എനിക്കൊരു നിഷ്കളങ്കമായ ജീവിതം നയിക്കാൻ തൗഫീഖ് നൽകണമേ എന്ന പ്രാർത്ഥനയുമായിട്ടാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള നമ്മുടെ സഹോദരന്മാർ, സത്യവിശ്വാസികൾ അവിടേക്ക് പോയത്. അവിടെ അവർ ഇത് പെണ്ണാണോ, ഇതാണാണോ, അത് ആനാണോ എന്നൊന്നും നോക്കാനില്ല, എന്നൊന്നും നോക്കുന്നില്ല. ആ പരിശുദ്ധ കഅബയുടെ സവിശേഷതയാണത്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഹജ്ജ് എന്ന് പറയുന്നത് കേവലം ഒരു ചടങ്ങല്ല, ഒരു വലിയ ആരാധനയാണ് എന്നതോടൊപ്പം തന്നെ ലോകത്തിന് വലിയ ഏകതയുടെ, മാനവികതയുടെ മഹത്തായ ഒരു സന്ദേശം കൂടി നൽകുന്നതാണ് അത് എന്നോർത്തുകൊണ്ട് ആ പരിശുദ്ധ ഹജ്ജിന് പോയ ആളുകൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും അവരുടെ ഹജ്ജ് മഖ്ബൂലും മബ്റൂറുമായ രൂപത്തിൽ നിർവഹിക്കുവാൻ വേണ്ടി അല്ലാഹുവോട് സദാ ദുആ ചെയ്യുകയും സമാധാനപൂർണമായ ഒരു അന്തരീക്ഷത്തിലൂടെ ഈ പ്രാവശ്യത്തെ ഹജ്ജ് കഴിഞ്ഞുകൂടാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുകയും ചെയ്യുന്ന പ്രാർത്ഥന നിർവഹിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ, തൗഫീഖ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സഹോദരന്മാരെ, സഹോദരികളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് നല്ല മുത്തഖീങ്ങളായി നല്ല മനുഷ്യരായി ജീവിക്കണമെന്ന് ഞാൻ മനസ്സിലാക്കുകയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്തു. ഇന്ന് ദുൽഖഅദ് 27 2-3 ദിവസം കഴിഞ്ഞാൽ പരിശുദ്ധ ഹജ്ജ് മാസത്തിലേക്ക്, ദുൽഹജ്ജിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ദുൽഹജ്ജിലേക്ക് പ്രവേശിക്കുമ്പോഴും സത്യവിശ്വാസികളായ നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടുന്ന ചില വിഷയങ്ങളുണ്ട്. വളരെ പവിത്രമാക്കപ്പെട്ട ദിവസങ്ങളാണ്. പവിത്രമാക്കപ്പെട്ട 4 മാസങ്ങളെ സംബന്ധിച്ച് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. നൈദത്ത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹി വഖലഖസ് സമാവാതി വൽ അർദ്. അർബഅത്തുൻ ഹുറും, 4 മാസങ്ങൾ. അത് തുടർച്ചയായി വരുന്ന ദുൽഖഅദ്, ദുൽഹജ്ജ്, മുഹറമും പിന്നീട് റജബും, ഈ 4 മാസം. അത് ദുൽഖഅദിലും ദുൽഹജ്ജിലും നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ ആ ദുൽഹജ്ജിന്റെ ആദ്യത്തെ 10 രാവുകൾ കുറെ കൂടി പവിത്രമാക്കപ്പെട്ടതാണ്, പുണ്യമാക്കപ്പെട്ടതാണ്. വൽ ഫജ്രി വലയാലിൻ നശ്ർ എന്ന് പറഞ്ഞിടത്ത് അത് ഈ പരിശുദ്ധ ദുൽഹജ്ജിന്റെ ആദ്യത്തെ 10 ദിനങ്ങളെ സംബന്ധിച്ചാണ് എന്ന് മുഫസ്സിറുകൾ വ്യാഖ്യാനിച്ചു നോക്കണം. പവിത്രമാക്കപ്പെട്ട ദിനങ്ങളാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിവായത്തുള്ള ഒരു ഹദീസ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ മിൻ അയ്യാമിൽ അഅ്മൽ സ്വാലിഹ് ഫിഹാ അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാം, യാനി അയ്യാമുൽ അശ്ർ. ഈ ദുൽഹജ്ജ് 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ, ആ ദിവസങ്ങളിൽ നിങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത് പോലെ അല്ലാഹുവിന് മറ്റൊരു ദിവസത്തിലും സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത് ഇഷ്ടം. അതിനേക്കാൾ ഇഷ്ടമല്ല മറ്റൊന്നും. അല്ലാഹുക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് ഈ ദിവസങ്ങളിലുള്ള നന്മകൾ, സൽക്കർമ്മങ്ങൾ. സഹാബികൾ ചോദിച്ചു, റസൂലേ വലൽ ജിഹാദ് ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ജിഹാദ് ചെയ്യുന്നതിനേക്കാളും പുണ്യമാണോ? പറഞ്ഞു, വലൽ ജിഹാദ് ഫീ സബീലില്ലാഹ്, അതെ, അതിനേക്കാൾ പുണ്യമാണ്. പക്ഷേ ഇലാ റജുലുൻ ഖറജ ബിനഫ്സിഹി വമാലിഹി ഫലം നർജി മിൻ ദാലിക ബിശൈഇ, ഒരാളൊഴിച്ച് അയാളെ ശരീരവും സമ്പത്തും ഒക്കെയായി അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ഇറങ്ങി ഒന്നും തിരിച്ചു കൊണ്ടുവരാതെ എല്ലാം അങ്ങനെ വിനിയോഗിച്ച മനുഷ്യനൊഴിച്ച്, സാധാരണ രൂപത്തിലുള്ള ജിഹാദുകളെക്കാളും അള്ളാഹു ഇഷ്ടമുള്ളതാണ് ഈ അയ്യാമുൽ, ഈ ദുൽഹജ്ജ് 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിലെ കർമ്മങ്ങൾ എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് ഈ ദിവസത്തിന്റെ മഹത്വം മനസ്സിലാക്കുക. എല്ലാ കർമ്മങ്ങളും, എല്ലാ ആരാധനകളും ഒന്നിച്ചിരിക്കുന്നുണ്ട് ഈ ദിവസങ്ങളിൽ. ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി പറയുക, വല്ലദീ യദ്ഹറു അന്ന സബബ ഫി ഇംതിയാസി അശ്രി ദിൽ ഹജ്ജ ലിമകാൻ ഇജ്തിമാഉ ഉമ്മഹാത്തുൽ ഇബാദത്തി ഫീ വഹിയ സ്വലാത്ത് വസ്സിയാം വസ്സദഖ വൽ ഹജ്ജ്. ഈ 10 ദിവസത്തിൽ എന്താണെന്ന് പറഞ്ഞാൽ നമസ്കാരം, എല്ലാ അടിസ്ഥാന ആരാധനകളും എല്ലാം ഒന്നിച്ചു വരുന്നതാണ്. നമസ്കാരം അതിലുണ്ട്. അപ്പൊ ഫർദ് നമസ്കാരങ്ങൾക്ക് പുറമെ സുന്നത്ത് നമസ്കാരങ്ങൾ ധാരാളമായി നിർവഹിക്കുക. നോമ്പുണ്ട്, ഫർദ് നോമ്പ് കഴിഞ്ഞു. പക്ഷെ ഈ ദിവസങ്ങളിലെ നോമ്പിന് പ്രത്യേകതയുണ്ട്. അതിനേക്കാൾ ഉപരി അറഫ നോമ്പ് ഈ ദിവസങ്ങളിലാണ് വരുന്നത്. അതുപോലെ ഹജ്ജ് കർമ്മം ഇവിടെ വരിക, സദഖ, ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക, ഉദ്ഹിയ്യത്ത് ഈ ദിവസങ്ങളിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളുടെ പവിത്രതയും പുണ്യവും നമ്മൾ മനസ്സിലാക്കി. ഹജ്ജ് കർമ്മം മഹത്തായ രൂപത്തിൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ അവിടെ നടക്കുമ്പോൾ നാട്ടിലുള്ള നമ്മൾ ഓരോരുത്തരും ഈ ദിവസത്തിൽ കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കാൻ ശ്രമിക്കുക. അള്ളാഹുവിലേക്ക് അടുക്കുകയാണ് നമ്മുടെ ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം. പരലോകം വിജയിക്കലാണ് നമ്മൾക്ക് വേണ്ടത്. അത് നമ്മൾ വേണ്ടത് അള്ളാഹുവിലേക്ക് ഇങ്ങനെ അടുത്തുകൊണ്ടേ ഇരിക്കുക. അതിനുള്ള ഒരുപാട് സാഹചര്യങ്ങളും സൗകര്യങ്ങളും അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. ഇബാദത്തുകൾ കൊണ്ട് സമ്പുഷ്ടമാക്കാൻ, നമസ്കാരം കൂടുതൽ നിർവഹിക്കാൻ. ഫർദ് നമസ്കാരം നിർവഹിച്ചു പോകുന്നവരായിരിക്കും പലരും. റമളാൻ നോമ്പ് കഴിഞ്ഞ് പിന്നെ നോമ്പിന്റെ കാര്യം ചിന്തിക്കാത്തവരായിരിക്കും നമ്മൾ. റമളാനിൽ കേട്ട ഒരു വാദിന്റെ ഭാഗമായി എന്തെങ്കിലും സക്കാത്ത് കൊടുത്ത് പിടിച്ചവരായിരിക്കും നമ്മൾ. അതൊന്നുമല്ല, ഇതൊക്കെ ഒന്നുകൂടി മാറി കൂടുതൽ നമസ്കാരങ്ങൾ അള്ളാഹുവിലേക്ക് അടുക്കാൻ ഏറ്റവും വലിയ മാർഗമാണ് നമസ്കാരം. അത് വർദ്ധിപ്പിക്കുക. ഈ 10 ദിവസങ്ങളിൽ അത് വലിയ പുണ്യമുണ്ട്.
സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ തന്നെ മറ്റു കർമ്മങ്ങളെ സംബന്ധിച്ച് ദിക്റുകൾ വർദ്ധിപ്പിക്കാൻ ഈ 10 ദിവസങ്ങളിലെ പ്രവർത്തനങ്ങൾ ശ്രേഷ്ഠമേറിയതുമായ മറ്റ് ദിവസങ്ങളില്ല എന്നാണ്. അതുകൊണ്ട് നിങ്ങൾ ദിക്റുകൾ വർദ്ധിപ്പിക്കുക. കൂടുതൽ തഹ്ലീൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, വലിയ മുടക്കൊന്നുമില്ലല്ലോ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, തക്ബീർ, അല്ലാഹു അക്ബർ, പെരുന്നാളിന് മാത്രമല്ല അതിന് മുന്നേ തന്നെ തഹ്മീദ്, അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുക, തസ്ബീഹ്, സുബ്ഹാനല്ലാഹ് ചൊല്ലുക. അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, ഹബ്ബുൽ കലാമി ഇലല്ലാഹി അർബഉൻ, സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട 4 പദങ്ങളാണ്. ഇത് കേവലം ഒരു ദിക്റുകൾ എന്ന് പറഞ്ഞ് തള്ളരുത്. നമ്മുടെ നാവുകളിൽ ആ ദിക്റുകൾ തത്തിക്കളിക്കുമ്പോൾ ആ ദിക്റുകൾ ഉൾക്കൊള്ളുന്ന മഹത്തായ ഒരു ആനന്ദം നമ്മുടെ ഹൃദയത്തിലേക്ക് സന്നിവേശിപ്പിക്കപ്പെടും. നമുക്ക് കൂടുതൽ അല്ലാഹുവിലേക്ക് അടുക്കാൻ കഴിയും. അതുകൊണ്ട് ഈ ദുൽഹജ്ജ് 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളുടെ പവിത്രതയും പുണ്യവും പ്രത്യേകതയും സവിശേഷതയും ഒക്കെ മനസ്സിലാക്കി കൂടുതൽ ഇബാദത്തുകളിൽ മുഴുകാനും അല്ലാഹുവിലേക്ക് അടുക്കാനും ശ്രമിക്കുക. ഉദ്ഹിയ്യത്തിന്റെ വിഷയം ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. ഉദ്ഹിയ്യത്തിന് എല്ലാവരും ഉദ്ദേശിച്ചിട്ടുണ്ടാകും. അവൻ ഉദ്ദേശിച്ച ആളുകൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് ഇതാണ്. ഹിലാല് കണ്ടാൽ ഉദ്ഹിയ്യത്തിറക്കാൻ അത് ഉദ്ദേശിക്കുന്നുവെങ്കിൽ പിന്നെ അറവ് വരെ ദുൽഹജ്ജ് 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ അവന്റെ നഖവും മുടിയും ഒന്നും മുറിക്കരുത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൂടി ശ്രദ്ധിക്കുക. അല്ലാഹുവിന്റെ ദീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുദുവന്നി മനാസിക്കക്കും ഹജ്ജ് പറഞ്ഞത് നിങ്ങൾ എന്നിൽ നിന്ന് എങ്ങനെയാണോ കർമ്മങ്ങൾക്ക് അതുപോലെ തന്നെ നിങ്ങൾ നിർവഹിക്കുക. അതുപോലെ നിർവഹിക്കുമ്പോഴാണ് ഇത്തിബാ ഉണ്ടാവുക. ഇത്തിബാ ഉണ്ടാവുമ്പോഴാണ് സ്വീകാര്യത ഉണ്ടാവുക അമലുകൾക്ക്. അതുകൊണ്ട് അങ്ങനെ അമലുകൾ സ്വീകരിക്കുന്ന യഥാർത്ഥമായ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ, സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധമായ ഹജ്ജ് കർമ്മം നിർവഹിക്കുവാൻ പോയ നമ്മുടെ സഹോദരങ്ങൾക്ക് വളരെ സമാധാനത്തോടെ സന്തോഷത്തോടെ കർമ്മം നിർവഹിക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രസവിച്ച് വീണ കുഞ്ഞിനെ പോലെ നിഷ്കളങ്കമായ മനസ്സുമായി വിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ മഹത്തരമായ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാൻ അവർക്കും നമുക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അവിടെ പോകാൻ കഴിയാത്തവർക്ക് വളരെ വേഗം തന്നെ ആ വിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. മുസ്ലിം ഉമ്മത്ത് അനുഭവിച്ചു കൊടുക്കുന്ന എല്ലാ പ്രയാസകരമായ അവസ്ഥയിൽ നിന്നും അല്ലാഹു അതിൽ നിന്നൊക്കെ നമ്മെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പീഡനങ്ങൾ, മർദ്ദനങ്ങൾ, അക്രമങ്ങൾ, യുദ്ധങ്ങൾ, അതിന്റെ കെടുതികൾ, ഒരുപാട് പ്രശ്നങ്ങളിലാണ്, ഒരുപാട് പ്രയാസങ്ങളിലാണ്. അല്ലാഹുവേ, ഞങ്ങൾക്കൊരു മാറ്റം ഉണ്ടാക്കി അനുഗ്രഹിക്കണമേ അല്ലാ. സമാധാനവും ശാന്തിയും സ്വസ്ഥതയും നൽകണമേ അല്ലാ. ഞങ്ങളുടെ വീട്ടിലും കുടുംബത്തിലും മഹലിലും സംഘടനയിലും സമൂഹത്തിലും ഒക്കെ അല്ലാഹുവേ ശാന്തിയും സമാധാനവും സ്വസ്ഥതയും നൽകി അനുഗ്രഹിക്കണമേ അല്ലാ. ഞങ്ങളെല്ലാ പാപങ്ങളും പുറത്തു തരണമേ അല്ലാ. എല്ലാ പാപങ്ങളും പുറത്ത് മാഫാക്കി തരണമേ അല്ലാ. എല്ലാ പാപങ്ങളും പുറത്ത് മാഫാക്കി തരണമേ അല്ലാ. ഞങ്ങളുടെ മാതാപിതാക്കന്മാർക്കും നീ പുറത്തു കൊടുക്കണമേ അല്ലാ. ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെ ഖബറുകൾ നീ വിശാലമാക്കണമേ അല്ലാ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ അല്ലാ. അല്ലാഹുവേ, എല്ലാ പ്രയാസങ്ങളും എല്ലാ വിഷമങ്ങളും തീർത്തു തരണമേ അല്ലാ. രോഗം കൊണ്ട് വലയുന്ന ഒരുപാട് സഹോദരന്മാർ അതുകൊണ്ട് വസീയത്ത് ചെയ്ത ആളുകളുണ്ട്. ഇവിടെ അടുത്ത പ്രദേശത്ത് ഒരു പള്ളിയിലെ ഖത്തീബ് സ്ട്രോക്ക് വന്ന് കിടക്കുകയാണ്. അല്ലാഹുവേ, അദ്ദേഹത്തിന് ശിഫ നൽകി അനുഗ്രഹിക്കണമേ അല്ലാ. മറ്റൊരു ഖത്തീബിന്റെ മകൾക്ക് ഒരു പ്രയാസകരമായ അസുഖം ബാധിച്ചിരിക്കുന്നു. ആ കുട്ടിക്കും നീ ശിഫ നൽകി അനുഗ്രഹിക്കണമേ അല്ലാ. അതുപോലെ ദുആ കൊണ്ട് വസീയത്ത് ചെയ്ത സഹോദരങ്ങൾക്കൊക്കെ, രോഗം കൊണ്ട് വലയുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർക്കൊക്കെയും അല്ലാഹുവേ നീ ശിഫ നൽകി അനുഗ്രഹിക്കണമേ അല്ലാ. ആരോഗ്യവും ആയുസ്സും നൽകി അനുഗ്രഹിക്കണമേ അല്ലാ. മാരകമായ അസുഖങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. ദുഷിച്ച മരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. നീണ്ടുനിന്ന് വിഷമിക്കുന്ന ശാരീരികവും മാനസികവുമായ അസുഖങ്ങളിൽ നിന്ന് കാക്കണമേ അല്ലാ. അല്ലാഹുവേ, എല്ലാം ബാക്കിയായിക്കൊള്ള പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് കാക്കണമേ അല്ലാ. എല്ലാ അപകടങ്ങളും തൊട്ടും എല്ലാ അപമാനങ്ങളും തൊട്ടും കാക്കണമേ അല്ലാ. ആരോഗ്യത്തോടെയുള്ള നല്ല ആയുസ്സും നൽകി അനുഗ്രഹിക്കണമേ അല്ലാ. ഇത് സർവോപരി ഹിദായത്തും തഖ്വയും തൗഹീദും നിലനിർത്തി ജീവിക്കാൻ തൗഫീഖ് നൽകണമേ അല്ലാ. അല്ലാഹുവേ, എല്ലാം പൂർത്തി തരണമേ. പശ്ചാത്തപിക്കുന്ന തൗബ ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഞങ്ങൾ എല്ലാവരെയും ഉൾപ്പെടുത്തണമേ അല്ലാ. ദുൽഹജ്ജ് 10 വരെയുള്ള ആ ദിനരാത്രങ്ങളിലെ സൽക്കർമ്മങ്ങളൊക്കെ നിർവഹിക്കുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ അല്ലാ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات
طيب ثراهم وجعل الجنة مأواهم اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.